ഒരു ഹൊറർ മൂഡ് കിട്ടാൻ വേണ്ടി കുറച്ച് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സുമതി വളവിലൂടെയുള്ള യാത്രയാണ്. ഈ സുമതി വളവെന്ന പേര് വരാൻ കാരണം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ദാരുണമായാണ് കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. സുമതി ഗർഭിണിയാണെന്നും തന്നെ കല്യാണം കഴിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ കാമുകൻ തന്ത്രപൂർവ്വം ഇവിടെ എത്തിക്കുകയും കൂട്ടുകാരനും കാമുകനും ചേർന്ന് കഴുത്തറുത്ത് മൃഗീയമായാണ് സുമതിയെ കൊലപ്പെടുത്തിയതെന്നാണ് ചരിത്രം. ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് എസ് പോലെ വളവുണ്ട്. അത് അവിടെ വെച്ചാണ് സുമതിയെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സുമതി വളവ് എന്നറിയപ്പെടുന്നത്. തൻ്റെ ആഗ്രഹം സാധിക്കാതെ മരണപ്പെട്ട സുമതി ഇപ്പോഴും ഈ മരണപ്പെട്ട വളവിൽ ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. പലരും കണ്ടിട്ടുണ്ടെന്നും വെള്ളസാരി ഉടുത്ത് കാണാറുണ്ടെന്നും രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ ഭയപ്പെടുത്താറുണ്ടെന്നുമാണ് പറയുന്നത്. വികസനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ലൈറ്റുകളും റോഡ് നവീകരണങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ പ്രദേശത്തൊന്നും ഒരു വീട് പോലും കാണാൻ കഴിയുന്നില്ല. ആവാസമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ രാത്രി സമയങ്ങളിൽ ആരും അധികം അങ്ങനെ സഞ്ചരിക്കാറില്ലെന്നാണ് കേട്ടത്. ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആൾവാസമോ വീടുകളോ ഒന്നും കാണുന്നില്ലെങ്കിലും ഈ റോഡ് അവസാനിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാവുകളും അമ്പലങ്ങളും ഒക്കെ കാണപ്പെടുന്നു. അപ്പോൾ സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയും പാങ്ങോടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലയോര പ്രദേശമാണ്. ഈ കാട്ടിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടാൽ അമ്മയ്ക്ക് വെട്ടാനൊക്കെ കൊതിയാവുന്ന. അങ്ങനെ ഞാനും അച്ഛനും കൂടെ കളിയാക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വളവിൽ ഇറക്കി കൊടുക്കുമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായി ഞാൻ എത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.